കോഴിക്കോട് കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ കുത്തക സീറ്റായിരുന്ന പുതിയറ ബിജെപിയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മുൻ കൗൺസിലറെ തന്നെ കളത്തിലിറക്കുകയാണ് UDF. 2 വട്ടം ഇവിടെ കൗൺസിലറായ ഷേർലി പ്രമോദ് ഒരു പ്രൊഫഷണൽ പാട്ടുകാരി കൂടിയാണ്. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ പുതിയറ ഡിവിഷൻ തിരിച്ചു പിടിക്കാനായി പഴയ ഇവിടുത്തെ കൗൺസിലറായ ഷേർലി പ്രമോദിനെയാണ് കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഈ വാർഡിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പഴയ കൗൺസിലറാണ് ഈ വാർഡിലെ. വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പ്, ഒരു വലിയ ദൗത്യമാണ് പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ജനാധിപത്യ മുന്നണിയുടെ ഒരു എന്താ പറയണ്ടേ, ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച ഒരു 15 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരാളാണ്. തിരിച്ചു സിവിലിൽ, അതിനുശേഷം 5 വർഷം സിവിൽ സ്റ്റേഷനിൽ മത്സരിച്ചു. അതിനുശേഷം 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ ഈ വാർഡിലേക്ക് വീണ്ടും തിരിച്ചു വന്നത്. എന്തായാലും ജനങ്ങളുടെ നല്ല പ്രതികരണം ഉണ്ടായിട്ടുണ്ട്, നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ട്. എന്തായാലും ജയിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഈ വാർഡിൽ. ഞാനുള്ള സമയത്ത് ഒരുപാട് അത് ജനകീയമായിട്ട് തന്നെ അതിൽ എനിക്ക് എപ്പോഴുമുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പാർട്ടിയിലൂടെ കടന്നു വന്നതാണെങ്കിലും ജനകീയമായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അവരോടൊപ്പം അവരിൽ ഒരാളായി മുന്നോട്ട് പോവുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എന്ത് പറ്റിയൊരു 15 വർഷം സാധാരണഗതിയിലൊക്കെ വീണ്ടും മത്സരിക്കാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. മനഃപൂർവ്വം മാറി നിന്നതാണോ? ഒന്നുമല്ല. പിന്നെ എന്താ വെച്ചാൽ ഫാമിലി, നമ്മളെ ഹസ്ബൻഡ് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുമ്പം പ്രായമുള്ള ആൾക്കാർ ഒക്കെ എല്ലാവരും സപ്പോർട്ടുണ്ട്. എങ്കിലും കൂടിയിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ വീട്ടിൽ ഉള്ള ഹസ്ബൻഡ് ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഏട്ടനായിരുന്നു കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്തത്. എൻ്റെ എന്താ പറയണ്ടേ, ഒരു വലങ്കൈ തന്നെയാണ് ഏട്ടൻ. A to Z വരെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിനിയോഗത്തിന് ശേഷം എനിക്ക് പൂർണ്ണമായിട്ട് സജീവമായിട്ടും ഈ രംഗത്തേക്ക്, രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാൻ പറ്റിയിട്ടില്ല. അതിനുശേഷമാണ് ഇപ്പം പാർട്ടിയുടെ നിർദ്ദേശം, അതികഠിനമായ സമ്മർദ്ദം മൂലമാണ് ഞാൻ തിരിച്ചു വന്നിട്ടുള്ളത്. എൻ്റെ 2 ബ്രദേഴ്സും എന്നോടൊപ്പം സജീവമായിട്ടുണ്ട്. പിന്നെ ഈ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ നല്ല പ്രവർത്തകരാണ് എന്നോടൊപ്പം ഉള്ളത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ എന്ന വ്യക്തി തിരിച്ചു വന്നപ്പോൾ എന്നോടൊപ്പം ഞാൻ വിട്ടുനിന്നതല്ലേ എന്നുള്ള മനോഭാവം ഒന്നും കാണിക്കാതെ അത്രയും ശക്തമായിട്ട് തന്നെ എല്ലാ പ്രവർത്തകരും എല്ലാ ഭാഗത്തു നിന്നും എനിക്കായിട്ട് ഇവിടെ ഒരുങ്ങി വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു എന്താ പറയണ്ടേ, അതിയായ സന്തോഷം തന്നെയാണ്. ഇതിപ്പം രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, ഒരു കലാകാരി കൂടിയാണ് അല്ലേ? എങ്ങനെയാണ് കലാജീവിതം, പാട്ടുകാരി? ഞാനൊരു 13 വയസ്സിലെ കലാരംഗത്തുണ്ട്. ഞങ്ങളുടെ സേവക്ക് എന്ന് പറഞ്ഞ ഒരു ബാലജനസഖ്യം ഉണ്ടായിരുന്നു. ആ ബാലജനസഖ്യത്തിലൂടെയാണ് ഞാനൊക്കെ വളർന്നത്. ആൾക്കാരുമായിട്ട് ഒരു മുഖാമുഖം സംസാരിക്കാനുള്ള വേദികൾ ഒരുപാട് എനിക്ക് ആ സംഘടനയിലൂടെ വന്നിട്ടുണ്ട്. ആ സംഘടനയുടെ ആ പ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയാണ് നമ്മൾ മറ്റുള്ളവരായിട്ടുള്ള സംസർഗം കൂടുതലായിട്ട് എനിക്ക് വരാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ആ സംഘടനയിലൂടെ ഇപ്പോഴും സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഗായിക എന്നുള്ള നിലയിൽ ഒരുപാട് വേദികളിൽ പാടാനും ഒരുപാട് സംഘടനയിലൂടെ നമുക്കറിയപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം തന്നെ ആകാശവാണിയിലുള്ള ഒരു സമ്പർക്കം എന്നുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ 2-3 തവണയായിട്ട് ആകാശവാണി നടത്തിയ മത്സരങ്ങളിൽ വിന്നറാവാൻ പറ്റിയിട്ടുണ്ട്. 3 തവണ എനിക്ക് ഗോൾഡ് കോയിൻ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ദൂരദർശൻ, ആ കാലത്ത് ദൂരദർശനുള്ള സമയത്ത് ദൂരദർശൻ ഒരു മത്സരം സംഘടിപ്പിച്ചിരുന്നു. അന്നത്തെ ഒരു വിന്നറും കൂടിയാണ് ഞാൻ. പുതിയൊരു ട്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളൊരു സംഘടന അല്ലേ? ഇപ്പം ഞാൻ മഴവിൽ വസന്തം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മൾ വനിതകൾ മാത്രമല്ല, 8 പേരാണ് അതിലുള്ളത്. അതിൽ പ്രൊഫഷണലായിട്ടുള്ള 2-3 ഗായികമാരോടൊപ്പമാണ് ഞങ്ങളെപ്പോലെയുള്ള ഗായികമാരും ഒത്തുകൂടി 8 പേര് വിവിധ പ്രോഗ്രാം ഇപ്പം സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും പാട്ടുകാരിയാകുമ്പോൾ ഒരു പാട്ട് നമ്മൾ ഉറപ്പായിട്ടും ചോദിക്കണം. ഏത് പാട്ടാണ് പാടുക? ഏത് വേണമെങ്കിലും പാടാം. എനിക്ക് പഴയ പാട്ടിനോടാണ് കൂടുതൽ താല്പര്യമുള്ളത്. എന്തായാലും ഒരു പാട്ട് പാടാം. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, ഒരു നോക്കു കാണാൻ, ഒരു വാക്കു കേൾക്കാൻ, ഒരു
ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തേ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. എന്തായാലും ഒരു മികച്ച പാട്ടുകാരി കൂടിയാണ് എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി നൽകിയിരിക്കുന്നു. പാട്ടുപാടി തന്നെ ഈ ഡിവിഷനിൽ നിന്നും ജയിച്ചു പോകാമെന്ന പ്രതീക്ഷയുമാണ് UDF പ്രവർത്തകർക്കുമുള്ളത്.